ഭാരതസഭയുടെ അൽഫോൻസ അഗ്നിയിലൂടെ നടന്നുയർന്നു, അവശതയേറെ അനുഭവിച്ചു, അനുഗ്രഹപ്പൂമഴ പെയ്തിറക്കി. ദൈവകരുണയുടെ മാതാവിൻ്റെ പൂന്തോട്ടത്തിൽ വിശുദ്ധ അൽഫോൻസമ്മയുടെ ജന്മദിനാഘോഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ തൻ്റെ സഹന ജീവിത ആധ്യാത്മികത പാത എന്താണ് എന്ന് ഈ അഷ്ടസൗഭാഗ്യ മാതൃക സ്വീകരിച്ചുകൊണ്ട് 8 രീതിയിലുള്ള ഒരു സമീപനമാണ് സഹനത്തോട് അവൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. സഹന ശയ്യകളെ ബലിപീഠമാക്കിയവൾ, സഹന സമരത്തിൽ വിശുദ്ധ കുരിശിൽ വിജയം കണ്ടെത്തിയവൾ, സഹന ജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചവൾ, യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ഹൃദയസ്ഥമാക്കിയവൾ, സഹനയാത്രയിൽ യേശുവിൻ്റെ തിരുമുഖം സ്വഹൃദയത്തിൽ പതിപ്പിച്ചവൾ, ഈശോയെ പ്രതി സഹിച്ച ആത്മീയ ഉന്നതി കരസ്ഥമാക്കിയവൾ, സഹന ജീവിതത്തിൽ സന്തോഷം നുകർന്നവൾ, സഹനങ്ങളെ തിരുസഭയുടെ ഹൃദയത്തിൽ സമർപ്പിച്ചവൾ എന്നിങ്ങനെ സൗഭാഗ്യത്തിൻ്റെ ഓരോ പടികളിലൂടെ കടന്നുപോയി അവൾ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. അങ്ങനെ സ്വന്തം ആത്മാവിനെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പരിമളത്താൽ പൂരിതയാക്കി ഈശോയെ നെഞ്ചിലേറ്റി തൻ്റെ ആധ്യാത്മികതയ്ക്ക് രൂപവും ഭാവവും മെനഞ്ഞെടുത്തുകൊണ്ട് തിരുഹൃദയത്തിൽ ഉന്നതമായ സ്ഥാനം അവിടെ നിന്ന് നേടുകയാണ് ചെയ്തത്. വിശുദ്ധയുടെ സഹനത്തിൻ്റെ കാഠിന്യമല്ല, സഹനത്തെ അവൾ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, അതിനെ ഉൾക്കൊണ്ടത് എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവളുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കുവാനായിട്ട് പ്രാപ്തമായത്. ഈ ആധ്യാത്മികത നമ്മളെല്ലാവരും നിറയുവാൻ വേണ്ടി വിശുദ്ധ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സഹനങ്ങളെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുവാനും കർത്താവിൻ്റെ സ്നേഹം ആഴമായി മനസ്സിലാക്കുവാനും വിശുദ്ധ അൽഫോൻസമ്മയുടെ ഈ ആഴമായിട്ടുള്ള സഹന ആധ്യാത്മികത പാത നമ്മൾക്ക് പ്രചോദനമാകട്ടെ. ആമേൻ.